ത്രിയേക ദൈവത്തിന് സ്തുതി. ഇന്ന് ഹോശാന പെരുന്നാൾ ദിവസമാണ്. നമ്മുടെ അല്പനേരത്തെ ധ്യാനത്തിനായി ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് സഭയായി നിശ്ചയിച്ചിരിക്കുന്ന ഏവൻഗേലിയോൻ വേദഭാഗമാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 29 മുതൽ 40 വരെയുള്ള ദൈവവചനമാണല്ലോ അത്. 37-ാം വാക്യവും 38-ാം വാക്യവും കുറിവാക്യമായിട്ട് വായിക്കുന്നു. അവൻ ഒലിവുമലയുടെ ഇറക്കത്തിൽ അടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെയും കുറിച്ച് സന്തോഷിച്ച് അത്യുച്ചത്തിൽ ദൈവത്തെ പുകഴ്ത്തി. കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവൻ, സ്വർഗത്തിൽ സമാധാനവും അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിലേക്ക് പ്രവേശിച്ചതിൻ്റെ പ്രതീകമായിട്ട് കൊണ്ടാടുന്ന ഒരു സന്ദർഭം കൂടെയാണ് ഇന്ന്. ക്രൈസ്തവരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്നതും വലിയ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ചില ദേവാലയങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്യുകയും കുഞ്ഞുങ്ങളും മുതിർന്നവരും കുരുത്തോലകളൊക്കെ പിടിച്ച് ആരാധനയിൽ സംബന്ധിക്കും. യേശു ക്രിസ്തുവിന്റെ യെരുശലേമിലേക്കുള്ള രാജകീയമായ എഴുന്നള്ളത്തിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. എന്നാൽ മാർത്തോമാ സഭ പൊതുവെ പഠിപ്പിക്കുന്ന കാര്യം പുറമേ ഉള്ളതായ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളെക്കാളും പെരിഫറൽ ചേഞ്ചസ് ഓർ ഔട്ട്വേർഡ്ലി എക്സ്പ്രഷൻസിനേക്കാളും ആന്തരികമായ സ്തുതിയാകുന്ന കുരുത്തോലകൾ കർത്താവിന് അർപ്പിക്കുവാൻ ഇടയാകണം എന്നതാണ്. യേശു ആദ്യമായിട്ടല്ല യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നത്. ഇറ്റ് വാസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. എന്നാൽ ഈ പ്രാവശ്യം യെരുശലേമിലുള്ള യാത്ര യേശു ചെയ്യുന്നത് പ്രത്യേകമായ ചില ഉദ്ദേശങ്ങളോടുകൂടെയാണ്. യെരുശലേമിലേക്കുള്ള പ്രവേശനം ഈ പ്രാവശ്യം കൂടുതൽ അർത്ഥവത്തായിട്ട് തീരണമെന്ന് യേശു ആഗ്രഹിച്ചിരുന്നു. ഈ യാത്ര ഏറ്റവും അർത്ഥവത്തായി തീരുവാൻ വേണ്ട ക്രമീകരണങ്ങളൊക്കെ സ്വയമായി ചെയ്യുന്നതായി നമുക്ക് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ഈ വേദഭാഗം നമ്മളെ കാണിക്കുന്നത് വിവിധ ഭാഗത്തുനിന്നും വിവിധ ദേശത്തുനിന്നും ജനങ്ങൾ യെരുശലേമിലേക്ക് വന്നുകൊണ്ട് ഇരുന്നു. യഹൂദന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളായ പെസഹ പെരുന്നാൾ കൊണ്ടാടുവാൻ വേണ്ടിയായിരുന്നു അവർ യെരുശലേമിൽ വരുന്നത്. സാധാരണ ജനത്തോട് ചേർന്ന് ഈ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതിൽ ദേശത്തെ പ്രധാനികളും ഉണ്ടായിരുന്നു. ഇതിൽ മഹാപുരോഹിതന്മാരും മത നേതാക്കളെയും കൂടാതെ യഹൂദന്മാരെ ഭരിക്കുന്ന റോമ ഭരണകർത്താക്കളും ഉൾപ്പെട്ടിരുന്നു. ഒരു ജനസാഗരം യെരുശലേമിൽ ആയിരിക്കുമ്പോൾ യേശു തൻ്റെ ദൗത്യത്തിൻ്റെ ഉദ്ദേശം നിറവേറുവാൻ സമയമായി എന്ന് മനസ്സിലാക്കി മറ്റുള്ളവരും ഇത് മനസ്സിലാക്കണം എന്ന് യേശു ആഗ്രഹിക്കുന്നു. താൻ യെരുശലേമിൽ പ്രത്യേകമായ ഉദ്ദേശത്തോട് പ്രവേശിക്കും എന്ന് വളരെ നേരത്തെ തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറയുകയും ചെയ്തിരുന്നു. യെരുശലേമിൽ കർത്താവ് പ്രവേശിക്കുന്നത് കാൽവരിയിൽ ക്രൂശ് ഏറ്റെടുക്കുവാനായിട്ടായിരുന്നു. താൻ ക്രൂശിക്കപ്പെടുമെന്നും ശിഷ്യ സമൂഹത്തോട് 3 പ്രാവശ്യം വളരെ നേരത്തെ തന്നെ തൻ്റെ പരസ്യ ശുശ്രൂഷ മധ്യേ ഈ കാര്യം വ്യക്തമാകിയിരുന്നു. എന്നാൽ സുവിശേഷങ്ങൾ നാം വായിക്കുമ്പോൾ നാം കാണുന്നത് യേശു ക്രിസ്തു പല ആവർത്തി ഈ കാര്യം പറയാൻ ശ്രമിച്ചുവെങ്കിലും താൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശിഷ്യന്മാർ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാതെ പോയി. അതുകൊണ്ടായിരിക്കാം തനിക്ക് ഹോശന്ന പാടിയ ജനങ്ങൾ തന്നെ പിന്നീട് അവനെ ക്രൂശിക്കുക എന്ന് പറയുന്നതും ചിലരോ മിണ്ടാതെ കാഴ്ചക്കാരായി നിൽക്കുന്നതുമായിട്ട് നാം കാണുന്നത്. ഇന്ന് ഹോശന്ന പെരുന്നാൾ കൊണ്ടാടുന്ന നാം നമ്മളോട് തന്നെ ചോദിക്കണം, വാട്ട് ഈസ് ദി ഇന്റൻഷൻ ബിഹൈൻഡ് സെലിബ്രേറ്റിംഗ് ദിസ് ഫെസ്റ്റിവൽ ടുഡേ? ഇതിൻ്റെ കാലികമായിട്ടുള്ള അർത്ഥം എന്താണ്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 10-ാം വാക്യം അവിടെ കാണുന്നത് യെരുശലേം നഗരം മുഴുവൻ ഇളകി എന്ന് നാം വായിക്കുന്നു. അവിടെ ജനങ്ങൾ ചോദിക്കുന്നു, ഇവൻ ആരാണ്? മറുപടിയോ, ഗലീലായിലെ നസ്രേത്തിൽ നിന്നുമുള്ള ഒരു പ്രവാചകനാണ്.
യെരുശലേമിന്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന സംഭവത്തിൽ യേശു ആരാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മരിച്ചവരിൽ നിന്ന് ലാസറിനെ ഉയർപ്പിക്കുന്നു. യായിറോസ് എന്ന പള്ളിപ്രമാണിയുടെ മകൾക്ക് സൗഖ്യം കൊടുക്കുന്നു. 12 വർഷമായി രക്തസ്രവമുള്ള സ്ത്രീക്ക് സൗഖ്യം നൽകുന്നു. ഒടുവിൽ ബർത്തിമായി എന്ന പേരുള്ള അന്ധനായ ഭിക്ഷക്കാരന്റെ സൗഖ്യത്തിലൂടെ ഇത് വ്യക്തമാകുന്നു. ബർത്തിമായി ഉറക്കെ നിലവിളിക്കുകയാണ്, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ജീസസ്, സൺ ഓഫ് ഡേവിഡ്, ഹാവ് mercy on me. യേശു ആരാണ് എന്ന് അവനെ അനുധാവനം ചെയ്യുന്ന ചിലരെങ്കിലും മനസ്സിലാക്കി. ആ ജനം ആരായിരുന്നു? റോമൻ സാമ്രാജ്യത്തിൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇല്ല എന്ന് മനസ്സിലാക്കിയവരായിരുന്നു അവർ. വളരെയധികം നികുതി കൊടുത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരുന്നു അവർ. അവഗണനകൾ അനുഭവിക്കുന്നവരായിരുന്നു. They were facing bias. അതുകൊണ്ട് മുൻപ് ബർത്തിമായി പറഞ്ഞ അപേക്ഷ, ബർത്തിമായി പറഞ്ഞ പ്രാർത്ഥന, ജീസസ്, സൺ ഓഫ് ഡേവിഡ്, ഹാവ് mercy on me, ഇപ്പോൾ അത് മാറി ലോർഡ് സേവ് അസ് നൗ ആവുകയാണ്. തങ്ങളുടെ വസ്ത്രങ്ങൾ ഊരി കഴുതയുടെ മുകളിലും വഴിയിലും ഈ ജനം ഇടുന്നു. നമ്മൾ ഇവിടെ കാണുന്നത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന അഥവാ ആഗ്രഹിക്കുന്ന ഒരു മശീഹ ആയി കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് ഇടയായി തീരുന്നത് കൊണ്ട് അവർക്കുള്ളതെല്ലാം നൽകുന്നതിനും അവരെ തന്നെ സമർപ്പിക്കുന്നതും എന്നർത്ഥത്തിൽ കർത്താവായ യേശുവിനെ ഉദാത്തവും ഉചിതവുമായ രീതിയിൽ അവര് സ്വീകരിക്കുകയും രാജപട്ടണമായ യെരുശലേമിൽ അവരുടെ രാജാവായി അവര് സ്വാഗതം ചെയ്യുകയാണ്. ഹോശന്ന ഒരു മുദ്രാവാക്യമല്ല. It is not a slogan, but it is a word having contextual exposure. അത് ഒരു കരച്ചിലാണ്. It is a cry. To some it is a യാചന. It is a plea. To some it is a petition. അതൊരു അപേക്ഷയാണ്. ചിലർക്ക് അത് വിശ്വാസമാണ്. It is a faith. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന എപ്പോഴും എല്ലായിടത്തും അർത്ഥവത്തായി തീരുന്നു, കാലികമായിട്ട് തീരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. This prayer is relevant at all times, in any part of the world, in any house and in any human experience. ഇന്ന് ഈ പ്രാർത്ഥന വളരെയധികം റെലവൻ്റ് ആണ്. ഹോശാന പറയുന്നത് നമ്മളെ രക്ഷിക്കുവാൻ കഴിയും എന്ന ബോധ്യം ഉള്ളവരോട് മാത്രമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പ്രാർത്ഥന ഇന്ന് എത്രയോ അത്യാവശ്യമായിട്ടുള്ളതാണ്. പാപം നിറഞ്ഞ ലോകത്തിൽ, പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്ന ലോകത്തിൽ നമുക്കും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം. ഹോശന്ന, ലോർഡ് സേവ് മീ നൗ. യേശുവിനെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നവർ ആയി കാണുമ്പോൾ ആ പ്രാർത്ഥനയായിരുന്നു, ലോർഡ് ഹാവ് mercy on me. ബർത്തിമായിക്ക് കാഴ്ച പ്രാപിച്ചു. അവൻ ഉൾക്കണ്ണുള്ളവനായി മാറിയപ്പോൾ, അവൻ്റെ വിശ്വാസം വർദ്ധിച്ചപ്പോൾ, യേശുവിനെ കുറിച്ചുള്ള അറിവ് അവൻ്റെ മാറിയപ്പോൾ, അത് ഒരു അനുഭവമായി മാറിയപ്പോൾ ഈ പ്രാർത്ഥനയും മാറുന്നു. അവൻ യേശുവിനെ യെരുശലേമിലേക്ക് അനുധാവനം ചെയ്തപ്പോൾ അവനും മറ്റുള്ളവരോട് ചേർന്ന് പറയുകയാണ്, ലോർഡ് സേവ് അസ് നൗ. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ സാധിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി കണ്ടുകൊണ്ടും വിശ്വസിച്ചും കൊണ്ടും നമുക്കും പറയുവാനായിട്ട് സാധിക്കണം, ഹോശന്ന, ലോർഡ് സേവ് അസ് നൗ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വചനത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.